യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നതായ വിഷയം. ഇത് വേദപുസ്തകത്തെ സംബന്ധിച്ച്, ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ചും വളരെ പ്രശസ്തിയുള്ളതായ ഒരു വിഷയമാണ്. നമുക്ക് കാതോർത്തിരുന്ന ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പാതാരവൃന്ദങ്ങളെ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ഞങ്ങൾ പഠിക്കേണ്ടും വണ്ണം പഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. ദൈവമേ, അത് പഠിച്ച് നിശ്ചയം പ്രാപിച്ച് മറ്റുള്ളവരോട് അത് പറയുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് കർത്താവേ, ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതായിരിക്കുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൽ കുത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാനും ദൈവമേ, അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു സത്യമാണെന്ന് മനസ്സിലാക്കുവാനുള്ളതായ ഗ്രഹണശക്തി എല്ലാവർക്കും നൽകി തരണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവകൃപയും കരുണയും പകരണമേ. ഞങ്ങളെ തൃപ്പാദപീഠത്തിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുനാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഉയർത്തെഴുന്നേൽപ്പ്, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, റെസറക്ഷൻ. ഈ വിഷയം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ കർത്താവിൽ നിന്ന് പഠിച്ചത് നിങ്ങളോട് പറയുന്നു. യേശു എല്ലാ കാര്യത്തിലും മഹാനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ, അതായത് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ഇവൻ എത്ര മഹാൻ എന്ന് ഓർക്കുവിൻ എന്ന്. ആളുകൾ ദൈവങ്ങൾ മരിക്കുന്നു, അടിച്ചു കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മരണം ഒരു യാഗമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണ്. നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 കൊരിന്ത്യർ 1:21 പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുവെന്ന്. കുറേ മുൻപ് കാലങ്ങൾ വരെ എൻ്റെ ചെറുപ്രായത്തിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നീട് പഠിച്ചു വന്നപ്പോഴാണ് ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുവാനായത്. മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് ക്രൂശിക്കപ്പെടണമായിരുന്നു. ഏതേനിൽ ആ മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുവാൻ യാഗമൃഗങ്ങളുടെ മേൽ അവരുടെ പാപങ്ങളെ ചുമത്തിയിട്ടാണ് യാഗം കഴിക്കുന്നത്. ഒരു പശുവിനെ പിടിച്ചതിന് തലമേൽ പാപം ചെയ്തവൻ്റെ കരങ്ങൾ വെച്ച്, ഞാൻ ചെയ്ത പാപമെല്ലാം നിൻ്റെ മേൽ വയ്ക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ രക്തം ചൊരിഞ്ഞിട്ടാണ് അവിടെ പാപ പരിഹാര ബലി അർപ്പിക്കുവാനിടയായിത്തീരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി യേശു മരിക്കാതിരുന്നെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരമില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ രൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് നാം കാണുന്നത്. അങ്ങനെ മനുഷ്യൻ
എല്ലാ കാര്യങ്ങളും താൻ തന്നെ അനുഭവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. ഇന്ന് യേശുവിനെ ചിലരൊക്കെ ഗാന്ധിജിയോടോ ഇന്ദിരാഗാന്ധിയോടോ ടോൾസ്റ്റോയോടോ ഇതര മഹാന്മാരായി ജീവിച്ച് മരിച്ച ആളുകൾക്ക് ഉള്ളോട് തുലനം ചെയ്യാറുണ്ട്. ഇവരൊക്കെ മരിച്ചതുപോലെയാണ് ക്രിസ്തു മരിച്ചതെന്ന് പറയും. പക്ഷെ ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ മുൻപ് കൂട്ടി ഞാൻ മരിക്കുമെന്ന്? ഒരു നിമിഷം മുമ്പ് ഇന്ദിരാഗാന്ധി അറിഞ്ഞിരുന്നു എങ്കിൽ അവർ മരിക്കാനുള്ള ഇട വരുമായിരുന്നു? ഇല്ല. എന്നാൽ യേശു അവരോട് പറഞ്ഞു, ഞാൻ അല്പം കഴിയുമ്പോൾ മരിക്കും, ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. അതാരാണെന്നും യേശു അവരെ കാണിച്ചു കൊടുക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ യേശു കാൽവരി ക്രൂശിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുവിൻ്റെ ജനനം, കന്യക ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഈ ലോകമുള്ളിടത്തോളം കാലത്ത് നമ്മൾ ചരിത്രത്തിലോ ശാസ്ത്രത്തിലോ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ യേശുവിൻ്റെ ജനനം കന്യകയിലൂടെ ആയിരുന്നു. യേശു ചെയ്തതുപോലെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിഞ്ഞില്ല. മരിച്ച് ചിലപ്പോൾ കാത് സുഖമായി, കാല് സുഖമായി, കൈ സുഖമായി എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ മരിച്ച ഒരുത്തനെ ഞാൻ ഉയർപ്പെഴുന്നേൽപ്പിച്ചു എന്ന് പറയാൻ ഒരുത്തന് കഴിയുന്നില്ല. ശ്രീ ബുദ്ധൻ വരെയും പറഞ്ഞത് മരണം ഒരു പ്രതിഭാസമാണ്, അത് എല്ലാവർക്കും ഉള്ളതാണ് എന്നാണ് പറഞ്ഞ് ഒരു കുഞ്ഞിനെ ഉയർപ്പിക്കുവാനായിട്ട്, അതായത് ജീവൻ കൊടുക്കുവാൻ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് മനുഷ്യൻ കൂട്ടുനിൽക്കുകയില്ലായിരുന്നു. ഇവിടെ രക്തസാക്ഷികളെ ഉളവാക്കുകയല്ല ലക്ഷ്യം, പ്രതിത ദൈവരാജ്യത്തിൽ അവകാശികളായി തീരത്തക്കവണ്ണം ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് വിശ്വാസം. യേശുക്രിസ്തുവിൻ്റെ കല്ലറ എന്നും തുറക്കപ്പെട്ട് തന്നെ കിടക്കും. ഏകദേശം 10 അടി നീളവും 10 അടി വീതിയും 7 അടി പൊക്കവുമുള്ള കല്ലറ ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശത്ത് ഗോൽഗോഥ മലയിലെ അതിൻ്റെ മലയുടെ താഴ്വാരത്ത് ഇന്നും യേശുവിൻ്റെ കല്ലറ തുറക്കപ്പെട്ട നിലയിൽ തന്നെ കിടക്കുന്നു. ലോകത്തിലെ സകല മനുഷ്യരും മരിച്ചടക്കപ്പെട്ട് കല്ലറകളിൽ വാസം ചെയ്ത് സ്ഥലം പോലും അറിയാൻ വയ്യ. ദൈവങ്ങളെന്ന് പറയുന്നവരുടെ കല്ലറകൾ പോലും എവിടെയാണെന്ന് അറിയാൻ വയ്യാതിരിക്കുമ്പോൾ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ക്രിസ്ത്യാനികളൊന്നും ആ സ്ഥലം ഭരിച്ചിട്ടില്ലായിരുന്നു. അവിടെ ഭരിച്ചത് മിക്കവാറും 400 വർഷം തുർക്കികളും ഓട്ടോമൻ തുർക്കികളും പിന്നെ മുസ്ലിങ്ങളുമാണ് ആ രാജ്യം ഭരിക്കുവാനിടയായിത്തീർന്നത്. എന്നാൽ അവർക്കൊന്നും ഈ കല്ലറയെ തകർത്ത് കളയണം എന്നുള്ള തോന്നലുണ്ടായില്ല, അവർ ചെയ്തുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അത് ഇന്നും അതേ നിലയിൽ, തുറക്കപ്പെട്ട നിലയിൽ ആ കല്ലറ ഇന്നും സ്ഥിതി ചെയ്യുന്നു. നീറോ ക്രിസ്ത്യാനികളെ മുഴുവനും ചുട്ടോ ചാമ്പലാക്കിയോ വിവിധ നിലകളിൽ കൊന്ന ആളാണ്. അയാളും കല്ലറയ്ക്ക് ഒരു കേടുപാടുകളും വരുത്തുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. തീസോസ് കൈസർ ഇവരെല്ലാവരും അതിനു മുമ്പ്, അതായത്
ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്നവരാണ്. ഇവരും അതിനെ തകർത്ത് കളയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. യേശു ഉയർത്തെഴുന്നേൽക്കാതിരുന്നുവെങ്കിൽ എൻ്റെ ദൃഷ്ടിയിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കില്ലായിരുന്നു. ഒന്ന്, റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്ര, ഇമ്പീരിയൽ മുദ്ര എന്നാണ് പറഞ്ഞിരുന്നത്. അത് അന്നത്തെ കാലഘട്ടത്ത് ലോക ചക്രവർത്തിയായിരുന്ന റോമ ചക്രവർത്തിക്ക് ആ കല്ലറയെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ ഗവൺമെൻറ്റിൻ്റെ മുദ്ര പൊട്ടിച്ചുകൊണ്ടാണ് യേശു ഹേ മരണമേ നിൻ്റെ ജയമെവിടെ, ഹേ പാതാളമേ നിൻ്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞ് ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ റോമാ ചക്രവർത്തിമാരുടെ മുദ്ര പൊട്ടിക്കുവാൻ ആർക്കും കഴിയില്ലാത്തതാണ്. രണ്ട്, ദൂതന്മാരാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വാർത്തയും പ്രസിദ്ധീകരിച്ചത്. യേശു ഇവിടെ ഇല്ല, അവന് വെച്ച സ്ഥലം വന്ന് കാണുവിൻ എന്ന് പറയുവാനിടയായിത്തീർന്നു. യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ദൂതന്മാർ പറഞ്ഞു. അപ്പോൾ ദൂതന്മാർ കല്ലറ കാണാൻ ചെന്നതായ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കന്യകാജനന വാർത്തയും ദൂതന്മാരറിയിക്കുമ്പോൾ ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സൂക്ഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാർ അറിയിച്ചു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം മറിയയ്ക്ക് പ്രത്യക്ഷനായി. അവൾ യേശുവിനെ കണ്ടു, സംസാരിച്ചു. പിന്നെ എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ യേശുവിനെ കണ്ടു. അഞ്ചാമത് തോമസ് പറഞ്ഞു, ഞാൻ അവൻ്റെ കൈഴുതുകളിൽ വിരലിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. യേശു ക്രിസ്തു അവർ കൂടിയിരിക്കുമ്പോൾ പറഞ്ഞു, തോമസ് നിൻ്റെ കൈവിരൽ ഇങ്ങോട്ട് നീട്ട്, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, എൻ്റെ കാലിലെ ഈ ആണിപ്പഴുതും കൈയിലെ ആണിപ്പഴുതിനും കാണുക എന്ന് പറഞ്ഞു. അവനെ കാണിച്ചു. അതുകൊണ്ടാണ് തോമസ് ഇന്ത്യയിൽ വന്ന് ഇവിടെ രക്തസാക്ഷിയായി തീർന്നത്. ഏഴാമത് ഇന്നും തുറന്നു കിടക്കുന്നതായ കല്ലറയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശിഷ്യന്മാർ രക്തസാക്ഷികളായി തീർന്നു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ തൂങ്ങി മരിച്ചു. പിന്നെ 11 പേരിൽ 10 പേരും രക്തസാക്ഷികളായി മരിക്കാനാണ് ഇടയായിത്തീർന്നത്. അതിൽ ജീവനോടെ അതായത് സാധാരണ മരണം മരിച്ച ഒരേ ഒരു മനുഷ്യൻ അപ്പോസ്തലനായ യോഹന്നാനായിരുന്നു. വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നതായ യോഹന്നാനാണ് ഒരേ ഒരാൾ. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ടി മരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയും, രക്തസാക്ഷികളെ കൂട്ടാൻ വേണ്ടിയൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ കണ്ട സാക്ഷികളാണ്, ഞങ്ങൾ തൊട്ട സാക്ഷികളാണ്, ഞങ്ങൾ ജീവിച്ചറിഞ്ഞ സാക്ഷികളാണ്. യേശു ആരാണെന്ന് ഞങ്ങൾ വ്യക്തമായി അറിഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല എന്ന് പറയുന്നത് എന്ന് അവർ പറഞ്ഞു. സ്തേഫാനോസ് രക്തസാക്ഷിയായി തീരുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം
ഈ 2020 വരെ 19 കോടി രക്തസാക്ഷികളാണ് യേശുവിന് വേണ്ടി മരിക്കുവാൻ, ജീവൻ വയ്ക്കുവാൻ ഇടയായിത്തീർന്നത്. എത്ര ഭയാനകമായ കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇവരെല്ലാവരും മരിക്കുമ്പോൾ ഞങ്ങൾ യേശുവിനെ സാക്ഷികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത്. ഇന്നും ചിലപ്പോൾ ജനം മരിച്ചുകൊണ്ട് തന്നെ കൊന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കാളയാർക്കും പോലെ കഴുത്തെടുത്ത് കൊല്ലുന്നു, തീയിലിട്ട് കൊല്ലുന്നു, ചുട്ടുകടിച്ച് കൊല്ലുന്നു. യേശു ശിഷ്യന്മാർ കാണുകയാണ് സ്വർഗത്തേക്ക് ആരോഹണം ചെയ്തത്. അവർ നോക്കി നിൽക്കുമ്പോൾ യേശു സ്വർഗത്തേക്ക് ആരോഹണം ചെയ്യുമ്പോൾ ദൂതന്മാർ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് പിരിഞ്ഞുപോയ ഈ യേശുവിനെ അവൻ വീണ്ടും വരും എന്ന് അവർ പറയുവാണ്ടായി. യേശുവിൻ്റെ ഉയർപ്പിനെ പോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് യേശുവിൻ്റെ വീണ്ടും വരവ്. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ പ്രവേശിക്കപ്പെടും. യേശു ഇന്നും കോടിക്കണക്ക് ജനങ്ങളുടെ ഉള്ളിൽ വാഴുന്നു. പല ഇസങ്ങൾ ഈ ലോകത്തിൽ സംഗീതങ്ങളുണ്ടായി. അതെല്ലാം മണ്ണിൽ പൊടിഞ്ഞു പോയപ്പോൾ ക്രിസ്ത്യാനിത്വം ഇന്ന് നിലനിൽക്കുന്നത് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാണ്. വോൾട്ടേർ തുടങ്ങിയ, ഡാർവിൻ തുടങ്ങിയ ആളുകൾ ക്രിസ്ത്യാനിത്വത്തെ 10 കൊല്ലം കൊണ്ട് നശിപ്പിക്കുമെന്ന് പറഞ്ഞവരെ 10 കൊല്ലത്തിനകത്ത് മരണത്തിൻ്റെ വനികയിൽ മറയ്ക്കപ്പെട്ടു. USSR നടന്ന ക്രിസ്തീയ പീഡകൾ മറന്നുപോയിട്ടില്ല. USSR പിന്നീട് റഷ്യയായി മാറുവാനിടയായിത്തീർന്നു. സ്റ്റെയിൻസ്ഗ്രാമിനെ ഒറീസയിലിട്ട് ചുട്ട് കൊന്നു 2 കുട്ടികളെയും. എന്തിന്? കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചതിന്. കിരാതന്മാരായ ആളുകൾ, നീചന്മാരായ ആളുകൾ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചതിന് അവർക്ക് കൊടുത്ത പ്രതിഫലം അതായിരുന്നു. എന്തിന് നീ ഇങ്ങനെ ചാകുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ മരണം തന്നെ വന്നിരുന്നാലും യേശു മതി എന്ന് സാക്ഷീകരിക്കുന്നത്. അതേ പ്രിയ ദൈവമക്കളെ, നമ്മളിപ്പോൾ വളരെ ബ്രീഫായിട്ടാണ്, ചുരുക്കമായിട്ടാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും സംശയമോ കൂടുതൽ അറിയണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്നതായ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയോ പറയുകയോ ചെയ്താൽ അതിന് മറുപടി, ഈ പറയുന്ന വിഷയങ്ങളിൽ ഉള്ള മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരുവാനും സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാനും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അങ്ങനെ എൻ്റെ കുടുംബം രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഈ ചുരുങ്ങിയ സമയത്ത് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിശ്വസിക്കുക, സ്നാനമേൽക്കുക, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക. യേശു വീണ്ടും വരാറായി.
മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ചെന്ന് വീഴാതെ ഇന്ന് ജീവിക്കുന്ന ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞതനുസരിച്ച് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ സർവശക്തനായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.